ഉണ്ടല്ലോ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? ഓക്കെ ഓക്കെ താങ്ക് യു സർ. സോ നമുക്കിന്ന് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ന് വെനസ്ഡേ നമ്മുടെ ബിസിനസ് ക്ലാരിറ്റി മെൻ്റ് സേഫ് ഫലപ്രസയുടെ സെഷനാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു സെഷനെ കുറിച്ച് ഇന്നത്തെ ഒരു സെഷന് കൈകാര്യം ചെയ്യാൻ വേണ്ടി സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you, Gopiga. Thank you, team. Very warm magic morning to all. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇടയ്ക്കൊരു ഡൗട്ടുകൾ വരും അല്ലേ? നമ്മൾ ജീവിച്ചിങ്ങനെ പോകുമ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചു, എന്നാൽ പല സമയത്തും നമുക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ സത്യമാണോ അല്ലേ? ഉണ്ടാവാറില്ലേ? യെസ് ഓർ നോ? ഉണ്ടാവാറുണ്ടോ? യെസ് ഓർ നോ ജസ്റ്റ് കമന്റ് ചെയ്യാം. കാര്യം ആഗ്രഹിച്ച നടക്കുമോ? ഇതിനെക്കുറിച്ച് തന്നെ യൂട്യൂബിലും അല്ലെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. എന്താണ് ഇതിൻ്റെ ഒരു സത്യം? ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻ വർക്ക് ഫോർ യു അല്ലെങ്കിൽ ഈസ് ഇൻ വർക്ക് ഫോർ മീ. എനിക്ക് എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ എല്ലാ ആളുകൾക്കും എവരി ഹ്യൂമൻ ബീങ് ഈസ് ബോത്ത് എ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഓഫ് തോട്ട് ഓഫ് വൈബ്രേഷൻ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ട്? ഒരു ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്. എന്താണ് ട്രാൻസ്മിറ്റർ റിസീവർ പറഞ്ഞാൽ? നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് റിസീവ് ആവുന്നത് വോയിസ് ആയിട്ടോ, റേഞ്ച് എന്നൊക്കെ പറയില്ല നമ്മൾ, അതൊരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നപോലെ നമ്മുടെ തോട്ടിനും എന്തുണ്ട്? ഇതേപോലെ ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അവിടെ ദ ക്വാളിറ്റി ഓഫ് ദോസ് വൈബ്രേഷൻ ഡിറ്റർമിൻസ് വാട്ട് ദ യൂണിവേഴ്സ് സെൻഡ് ബാക്ക്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചില സമയത്ത് നമ്മൾ കണ്ടില്ല, ഈ FM ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ക്ലാരിറ്റി കൂടുന്നത്, നമ്മുടെ മൊബൈലിൻ്റെ ക്ലാരിറ്റി കുറയുന്നത് എപ്പോഴാണ്? സൗണ്ടിനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോഴൊക്കെ ക്ലാരിറ്റി കൂടുന്നത് കുറയുന്നത് എന്തിനു ബേസ് ചെയ്തായിരിക്കും? റേഞ്ച് കുറവാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയും. എന്നപോലെ തന്നെ നമ്മുടെ ലൈഫും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തോട്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക, അതിന് യൂണിവേഴ്സ് എന്ത് ചെയ്യുക. എന്തുകൊണ്ടത് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ദ വിഷ് ബട്ട് ദേ ഡോണ്ട് ബിലീവ്. ആളുകൾ എന്ത് ചെയ്യും? ആഗ്രഹിക്കും, അത് വിശ്വസിക്കില്ല. ആളുകൾ എന്ത് ചെയ്യും? ലോ ഓഫ് അട്രാക്ഷൻ സംസാരിക്കും, ബട്ട് ദേ ഡു നോട്ട് ഫീൽ. അവർക്കത് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. ഇതെന്ന് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളത് കുറേ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാജിക് ബാൻഡാണ്. ഓക്കെ, ഇതൊരു ദിവസം കൊണ്ടുള്ള ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇഫ് ഐ തിങ്ക് പോസിറ്റീവ് തോട്ട് ഗുഡ് തിങ്സ് വിൽ കം. ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? യെസ് ഓർ നോ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. പ്രീത മാം എസ് കമന്റ് ചെയ്തു. പിന്നെ വേറെ? യെസ് മണി സാറ്. ഓക്കെ, ആക്ച്വലി അതല്ല ലോ ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതോട് മാത്രം എന്ത് ചെയ്യില്ല, നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തെല്ലാവരും നോട്ട് ബേസ്ഡ് ഓൺ ദ ഐഡിയൽ തോട്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബേസിക് തോട്ടിനനുസരിച്ചിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുക. നെപ്പോളിയൻ ഹിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം വായിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം വായിച്ച ആളുകൾക്ക് അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, വളരെ വ്യക്തമായിട്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്യുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്ന സംഭവം പിന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്നുണ്ട്. ഞാനും ഇത് മുമ്പ് ഒരുപാട് തവണ സംസാരിച്ചതാണ്, എന്നാൽ ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാം. നമ്മുടെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് ബാക്ക്ഡ് ബൈ ബിലീഫ് ആൻഡ് ഇമോഷൻസ് എന്നതാണ്. നമ്മുടെ തോട്ട്സ് അല്ല, നമ്മുടെ വിശ്വാസവും ഇമോഷൻസും ആണ്. ഫെയ്ത്ത് ഈസ് ഓൺലി നോൺ ആന്റിഡോട്ട് ഫോർ ഫെയിലിയർ. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ഫെയ്ത്തും വിശ്വാസവും ഹോപ്പും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസവും ഹോപ്പും, അതായത് വിശ്വാസം പ്രതീക്ഷയും രണ്ടും രണ്ടാണ്. എന്താ വിശ്വാസം പ്രതീക്ഷയും തമ്മിലുള്ള ഡിഫറൻറ്റ് ആർക്കാ പറയാൻ സാധിക്കാം? വിശ്വാസം പ്രതീക്ഷയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർക്കും പറയാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പ്, അത് ലഭിക്കും. പ്രതീക്ഷ പറഞ്ഞാൽ ലഭിക്കായിരിക്കും എന്നുള്ളൊരു. വിശ്വാസം പറഞ്ഞുള്ള ഉറപ്പ്, പ്രതീക്ഷ പറഞ്ഞാൽ ലഭിക്കാതിരിക്കുന്ന വിശ്വാസം. എന്താണ് വേറെ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ബിലീഫ്? എന്താണ്? ബാക്കിയുള്ള ആൾക്കാർക്കും പറയാം. മനസ്സിലായി പറഞ്ഞോളൂ. പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സംഭവിക്കണം എന്നില്ല. വിശ്വാസം, ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ളതാണ്. വേറെ? വിശ്വാസം നമ്മളെ വായിച്ച അറിവ് നൽകുന്ന ഒരു സംഭവമാണ്. പ്രതീക്ഷ അങ്ങനെയില്ല. പ്രതീക്ഷ എങ്ങനെ ആയിരിക്കും? പ്രതീക്ഷ കിട്ടാതിരിക്കാന്നുള്ള ഒരു ജനറൽ സ്വഭാവമാണ്. അത് കിട്ടും, പെയ്യാതിരിക്കാൻ സാധ്യത. ഓക്കെ, താങ്ക് യു. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒന്ന് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റും ഒന്ന് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റുമാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ശ്രമിച്ചു നോക്കാം. മറ്റൊന്നെന്താണ്? ഓക്കെ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്, ഞാനത് ചെയ്തു നോക്കാം, ഞാൻ എനിക്ക് പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. വിശ്വാസം ഇപ്പോൾ എന്താ വെച്ചാൽ ഫെയ്ത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് that must be created by repetition, visualization and affirmation until your subconscious accepted it as a truth. അതൊരു സത്യമാണെന്ന് വിശ്വസിക്കുന്നത്, നമുക്ക് ബോധ്യപ്പെടുന്നത് വരെ റിപ്പീറ്റേഷൻ, നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ വിഷ്വലൈസേഷൻ, അതിനനുസരിച്ചുള്ള അഫർമേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഒരു 100 മീറ്ററുള്ള സ്പേസ്, ഒരു 100 മീറ്ററുള്ള സ്പേസിൽ ഒരു 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പാലം പോലുള്ള സംഭവമുണ്ട്. ചെറിയ വീതിയുള്ളൂ. 30 സെന്റിമീറ്ററിന് അധികം വീതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ കൂട്ടിക്കോളൂ. ഓക്കെ, അധികം വീതിയില്ലാത്തൊരു പാലം പോലെ ഒരു 100 മീറ്ററുള്ള ഒരു പാലം ഉണ്ട്. ഓക്കെ, അതൊരു 5 സെന്റിമീറ്റർ ആണുള്ളത്. അപ്പൊ ഈ 100 സെന്റിമീറ്ററുള്ള ഈ പാലം നേരെ നിലത്താ വെച്ചിരിക്കുന്നത്. നിലത്താണ് ഒരു പലകയായിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. 100 മീറ്റർ ഉണ്ട്. അതിലൂടെ നടക്കാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? നിലത്താ വെച്ചിരിക്കുന്നത്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? സിമ്പിളായിട്ടാണ് നമ്മൾ നടക്കും. ഇതേ സാധനം 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ വെച്ചു, ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ ഇടയിൽ വെച്ചു. ഇനി അതിലൂടെ നടക്കാൻ പറയുമ്പോഴോ നടക്കൂല. നമ്മളെ മൈൻഡ് എന്താ പറയാ? വീണ് പോകും. അപ്പൊ ഒരാൾ അതിലൂടെ നടന്നു കാണിച്ചു, ഞാനിങ്ങനെ നടന്നു എന്ന് പറഞ്ഞു. ഒരാൾ കൂളായിട്ട് നടന്നു കാണിച്ചു. അപ്പോഴോ നമ്മൾ നടക്കുമോ? അത് അയാളുടെ കഴിവാണ്, എനിക്ക് നടക്കാൻ കഴിയില്ല. ഇനി അയാൾക്ക് നടക്കണം. ഇപ്പൊ ഞാനാണ്, അല്ലെങ്കിൽ റസാഖ് സാർ അല്ലെങ്കിൽ ബഷീർ സാറാണ്, നമുക്ക് നടക്കാൻ കഴിയൂല. എന്നാൽ നടക്കാൻ കഴിയുമോ? നടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. പക്ഷെ നടക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? പരിശീലിച്ചാൽ നടക്കും.
പരിശീലിച്ച് കഴിഞ്ഞാൽ നടക്കും. ക്ലിയർ ആണോ? പരിശീലിച്ച് കഴിഞ്ഞാൽ അത് നടക്കും. എങ്ങനെയാണ് നടക്കുക? നമ്മൾ ബൈ പ്രാക്ടീസ് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണോ എനിക്കത് നടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്, അപ്പോഴാണ് ആ കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാകുന്നത് വെച്ചാൽ, നമ്മൾ ആ പാലത്തിന്റെ സ്റ്റോറി പോലെയാണ്. ഓക്കെ, നമ്മൾ അവിടെ ഹോപ്പ് ഉണ്ട്, എനിക്ക് പറ്റുന്നൊക്കെ ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നില്ല. അയാൾ വലിയ BMW അയാളുടെ കാറും അയാളുടെ വീടൊക്കെ കാണുന്ന സമയത്ത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുന്നില്ല. അതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൽ അട്രാക്ഷൻ എന്നുള്ളതിന്റെ ലാസ്റ്റ് ഒരു വേർഡിന് എടുക്കുകയാണെങ്കിൽ ആക്ഷൻ എന്നുള്ളതാണ്. ഈ ആക്ഷനിലേക്ക് നമ്മൾ പോവാതെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ നേടിയിട്ടുമില്ല, ഇനി നേടാനും പോകുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു എക്സാമിനേഷൻ പാസ്സാവുന്നതോ, ഒരു ഇന്റർവ്യൂ പാസ്സാവുന്നതോ, ഈവൻ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്തൊരു സാധനം ഇതുവരെ നിങ്ങൾ നേടിയിട്ടുമില്ല, ഇനി നേടുകയുമില്ല. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ അത്രണ്ട് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇനി. പക്ഷെ അതിലേറെ ആ പ്രതീക്ഷിച്ചിലേറെ കിട്ടി. അത് പ്രതീക്ഷിച്ചതിലേറെ കിട്ടുകയാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ചാൻസും കൂടെ കണ്ടത് കൊണ്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുക? നമ്മൾ റിസൾട്ട് വീക്ക് ആണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വീക്ക് ആണെങ്കിൽ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദ ലോ ഓഫ് അട്രാക്ഷൻ ഡസൻ വർക്ക്. അത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനിട്ടല്ല. അതിന്റെ കാരണം എന്താണ്? യു ഹാവ് നോട്ട് എറ്റ് ബിലീവ് ആൻഡ് ലോങ് ഇനഫ് ആൻഡ് സ്ട്രോങ് ഇനഫ് ഫോർ ദ യൂണിവേഴ്സ് ടു ഒബേ യുവർ കമാൻഡ്. നിങ്ങളുടെ കമാൻഡ് യൂണിവേഴ്സിന് അനുസരിക്കാൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മളപ്പോൾ മനസ്സിലാക്കുക, യു ആർ എ വൈബ്രേഷണൽ ബീയിങ് ലിവിങ് ഇൻ ദ വൈബ്രേഷണൽ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എവറി തോട്ട് യു റിപ്പീറ്റ് ഫ്രം ദ ഫ്രീക്വൻസി. ഞാൻ ബേസിക് ഒരു എക്സാമ്പിൾ എന്താ, നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങൾ ഇതുവരെ ജീവിച്ച ഒരു ഘട്ടം ഇങ്ങനെ ആലോചിച്ച് വെക്കുക. നിങ്ങളുടെ ലൈഫ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാവും. യെസ് ഓർ നോ? നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങളെക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സുകൾ നിങ്ങളെക്കൊണ്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. രണ്ട് രീതിയിലുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരുമിച്ച് പഠിച്ച ആളുകളിൽ നമ്മളെക്കാളിലും പൈസക്കാരായിട്ടോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് പോയിരിക്കുന്ന ആളുകൾ നമ്മൾ തമ്മിൽ അത്ര വലിയ കമ്പനി ഉണ്ടാവില്ല. അന്ന് നമ്മൾ വലിയ അടുത്ത കമ്പനി ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാലത്ത് നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, പക്ഷെ ആ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം അവരൊക്കെ ചെറിയ ചിന്താഗതിയുള്ള ആളുകളാണ്. ഇനി നമ്മളെ കുറിച്ച് വേറെ ആളുകൾ പറയുന്നുണ്ടായി, അവരൊക്കെ ചെറിയ ചിന്താഗതിയുള്ള ആളുകളാണ്. അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറഞ്ഞ് ബി മാജിക് ക്ലാസ് എടുത്തിട്ടുള്ള ആളല്ലേ. നമ്മൾ അതിനൊക്കെ മാറിയില്ലേ? നമ്മൾ കുറച്ചുകൂടി വലിയ ആളുകളാണ്. നമ്മൾ ബി മാജിക്കിൽ വന്നിട്ട് ബി മാജിക്കിൽ വന്ന സമയത്ത് വളരെ ചെറിയ തോട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പൊ ബി മാജിക്കിനെക്കാട്ടിലും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെക്കാട്ടും വളരെ എത്രയോ ആളുകളുണ്ട്. യെസ് ഓർ നോ? അല്ലേ? വലിയ ലെവലിലേക്ക് പോയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഷീർ ഖാന്റെ പിന്നെ ഇത് മരുമകൻ മുജീബ് സാറ് അല്ലെ, ഫസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയൊരു തോട്ടാണ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ സെൻസായിലൂടെ സാറുകൾ ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ഒരു സർക്കിളും ഇറ്റ്സ് കോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ്സ് കോൾഡ് ഫ്രീക്വൻസി. നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടാവുക? അപ്പം എൻ്റെ ലൈഫിൽ ഇപ്പൊ അതിന്റെ നെക്സ്റ്റ് ലെവൽ ചേഞ്ചസ് ഞാൻ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, ഒരു പീരിയഡ് ഓഫ് ഫ്രീക്വൻസിന്ന് ഞാൻ മാറി ഇപ്പൊ നെക്സ്റ്റ് ലെവൽ ഫ്രീക്വൻസിയിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ സർക്കിൾ മാറി തുടങ്ങി. എങ്ങനെയാണ് ഈ സർക്കിൾ മാറുന്നത്? എങ്ങനെയാണ് ആളുകൾ എത്തുന്നത്? ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കുറെ മിറാക്കിൾസ്. ഓക്കെ, ഇപ്പോ എൻ്റെ അടുത്തേക്ക് കൊളാബറേഷൻ വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ പല കമ്മ്യൂണിറ്റികളും ഇത് ചെയ്തു, പല പ്രോഗ്രാംസും ഞാൻ സംഘടിപ്പിച്ചു. ഈവൻ ഒരു സമയത്ത് സെൻസായി വരെ ക്ലാസ് എടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്
സെൻസായി ഉണ്ടായിരുന്നു അന്ന്, പക്ഷെ അന്ന് സെൻസായിക്ക് എത്താൻ പറ്റില്ല. അതിലേക്ക് നമ്മൾ എത്തി. എൻ്റെ ഓഫീസിലേക്കാണെങ്കിലും എനിക്ക് അതിനനുസരിച്ച് പുതിയ പുതിയ ആളുകൾ വന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ ഏകദേശം 6 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ആക്ഷന്റെ കാര്യം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലത്തെ സംഭവം കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഞാനിപ്പോ ഈ വർഷത്തിൽ ആദ്യം ഒരു ട്രെയിനിങ് വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 2-3 പേര് കൂടിയിട്ട്. അതിനുശേഷം ഒരു ട്രെയിനിങ് വെച്ചു. അതിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിച്ചു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാവാം, നമ്മൾ പൈസ കൊടുക്കാനുള്ളത് ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമ്മളുടെ തോട്ട് ഏതിലേക്കാണ് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളിടത്താണ് അതിൻ്റെ എന്ത് ചെയ്യുക കാര്യങ്ങൾ വരിക. നമ്മുടെ തോട്ട് എവിടേക്കാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ തോട്ട് എങ്ങനെയാണ്, നമ്മളെ തോട്ട് എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിന്റെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതേ വൈബ്രേഷനിൽ എത്തും. ബി മാജിക്കിൽ തന്നെ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സെഷൻസ് ഒക്കെ എടുത്ത് ഇവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പല ആളുകളുടെയും തോട്ട് പ്രോസസ്സ് നോക്കുമ്പോൾ ഇപ്പോഴും അതേ സ്ഥലത്തായിരിക്കും. ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് 5 രൂപൻ്റെ 10 രൂപൻ്റെ പിന്നാലെ പോയി അവർ പോകുന്നുണ്ടാവും. ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ദാറ്റ് ഫ്രീക്വൻസി ബിക്കം യുവർ ബിലീഫ് ആൻഡ് ദാറ്റ് ബിലീഫ് ബിക്കം റിയാലിറ്റി. ഓക്കെ, ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താവണം, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾ റിലേറ്റ് ആണ്. എപ്പോഴൊക്കെ നിങ്ങൾ പറയുന്നു ഐ വാണ്ട് ടു സക്സസ്, എപ്പോഴൊക്കെ നമ്മൾ എനിക്ക് സക്സസ് ആവണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതിൽ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നതാണ് ഐ മൈറ്റ് ഫെയിൽ. ഓക്കെ, ഞാൻ ഇതിൽ പരാജയപ്പെടായിരിക്കും. ചില ആളുകൾ പറയും ചെയ്തു നോക്കാം, അല്ലേ, ലെറ്റ്സ് ട്രൈ. അവിടെ തന്നെ അയാൾ പരാജയപ്പെട്ടു. പല ആളുകളും ലൈഫിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത് വരുന്നത്, ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ പരാജയപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ദ വൈബ്രേഷൻ ഓഫ് ഫിയർ ക്യാൻസൽ ദ വൈബ്രേഷൻ ഓഫ് ഡിസയർ. നിങ്ങളൊരു കാര്യം ഞാൻ ചെയ്തു നോക്കട്ടെ, ചെയ്തു നോക്കിയാലല്ലേ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ പല ആളുകളോടും പറയുന്ന സമയത്ത് ഈ ഗോൾ സെറ്റിംഗ്സിന്റെ അല്ലെങ്കിൽ ഒരു സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന പറയും അതിപ്പോ ഇങ്ങനെ ചെയ്തു നോക്കാതെ പറയാം, അതിപ്പോ ഇങ്ങനെ ചെയ്തു നോക്കാതെ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമിനേഷന് നിങ്ങളുടെ മകൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കുകയാണ്, എക്സാം പാസ്സാകുമോ? എന്താ പറയാ, എന്തായിരിക്കും പറയാ? 2-3 രീതിയിൽ ആൻസർ പറയുന്ന കുട്ടി ഉണ്ടാവും. എന്തൊക്കെ പറയും? സുബ്രഹ്മണ്യം സർ, എക്സാം പാസ്സാവും എന്തൊക്കെ പറയാം ഒരു കുട്ടി? ഞാൻ പാസ്സാവും പറയും. പിന്നെന്താ പറയാ? ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പാസ്സാവും. അല്ലെ, ഞാൻ എഴുതി നോക്കട്ടെ എന്നിട്ട് പറയാം, അല്ലെ, എക്സാം അല്ലേ, എഴുതി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ പാസ്സാവില്ല. ഇത് മൂന്നും ഇയാളുടെ വിശ്വാസമാണ്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? അയാളെ സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ എക്സാമിന് വേണ്ടി എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും വിശ്വാസം ഉണ്ടാവുക, അല്ലെ. നല്ല പ്രിപ്പയർ ചെയ്തൊരു കുട്ടി, വളരെ വെൽ പ്രിപ്പയർഡ് ആണ്, ആ കുട്ടി പറയോ എല്ലാ ദിവസവും ഒരു മണിക്കൂർ പഠിക്കാനും വേണ്ടി മാറ്റി വെച്ചൊരു കുട്ടി പറയോ ഞാൻ ഫെയിലാവെന്ന് പറയോ? സോ അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നില്ലെങ്കിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. നിങ്ങളുടെ മൈൻഡിന് വിശ്വസിക്കാനും നിങ്ങളെ കൺസീവ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് ഇതാവുക. എപ്പോഴും പല ആളുകളുടെയും ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കൺസീവിങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പൂറായിരിക്കും. ഈ ബിലീഫ് സിസ്റ്റം കൂട്ടാനാണ് ഈ റിപ്പീറ്റേഷനും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ ബിലീഫ് സിസ്റ്റം എന്ത് ചെയ്യുക കൂടുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാത്ത പ്രശ്നം പറയുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഇല്ലായ്മയിലേക്കാണ് പോവുക. എനിക്കിന്ന് കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറയാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, പകരം എനിക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാം. നമുക്കുണ്ടായിരിക്കുന്ന ചെറിയ തലവേദന പനിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് ഒരാൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
യു ആർ സെൻഡിങ് എ മിക്സ്ഡ് സിഗ്നൽ. ഓക്കെ, മിക്സ്ഡ് സിഗ്നൽ ആയിരിക്കും അയക്കുക. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ അഫർമേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സ്കാസിറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, രാവിലെ അഫർമേഷൻ ഒക്കെ അങ്ങനെ കൊടുത്ത് വളരെ സെറ്റ് ആയി നിൽക്കുക. ഞാൻ ഇന്നലത്തെ ഒരു എക്സാമ്പിൾ പറയാം, ഇന്നലെ എന്നോട് ഷെയർ ചെയ്തൊരു എക്സാമ്പിൾ പറയാം. വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അത്ര. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെന്നോട് ഷെയർ ചെയ്യാണ്, ഇതൊക്കെ പറഞ്ഞ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഒക്കെ കണ്ടിട്ട് എന്നാൽ നമുക്കൊരു വന്ദേ ഭാരതിൽ പോവാല്ലേ. ഈ വന്ദേ ഭാരതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആവും. ഒരു AC ടിക്കറ്റ് എടുത്താലോ? എന്തിനാ ഇപ്പോൾ ട്രിവാൻഡ്രം പോലെ AC ടിക്കറ്റിന്റെ ആവശ്യം? അതിന് മാത്രം ചൂടൊന്നുമില്ലല്ലോ. 200 റുപ്യേ ഉള്ളൂ നോർമൽ ടിക്കറ്റിന്, AC ടിക്കറ്റിന് 800 റുപ്യാണ്. അഫർമേഷനും വിഷ്വലൈസേഷനൊക്കെ പൊളിഞ്ഞോ? അഫർമേഷനും വിഷ്വലൈസേഷനൊക്കെ പൊളിഞ്ഞോ? സ്കേസിറ്റി ആണ് പല സമയത്തും. എന്താ പറഞ്ഞാൽ നമ്മള് ദൂർത്തടിക്കണം എന്നല്ല, ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, ഞാനൊരു അടുത്തൊരു ടോക്ക് കേട്ടു. ആ ടോക്കിൽ അയാൾ പറയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ കയറുമ്പം ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യണം. അത് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എക്കണോമിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ആ ബിസിനസ് ക്ലാസ്സിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു ത്വര എന്ത് ചെയ്യാം, നമുക്ക് അവിടുത്തെ ഫീൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഫീൽ നമുക്ക് എപ്പോഴും വേണം. ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഒന്ന് ചായ കുടിച്ച് നോക്കുക. ചായ കുടിക്കാലോ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട്, 200 റുപ്യക്ക് ആവുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ, ഒരിക്കലെങ്കിലും നല്ലൊരു ടോണിയൻ കെയിലൊക്കെ പോയിട്ട് മുടി വെട്ടി വെക്കുക. അപ്പൊ ഒരു 1000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാവും, ആ 1000 രൂപ കൊടുക്കുന്ന ആളും ഈ 100 രൂപ കൊടുക്കുന്ന മുടി വെട്ടാൻ കൊടുക്കുന്ന നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, അയാൾക്ക് 1000 രൂപ കൊടുക്കാനൊരു മടി ഉണ്ടാവില്ല, 100 രൂപ കൊടുക്കാനുള്ള നമുക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം എന്താ, നമുക്ക് 100 രൂപ വലുതാവുന്ന അത്ര അയാൾക്ക് 1000 രൂപ വലുതാവില്ല. അപ്പൊ ഈ സ്കാസിറ്റി മൈൻഡ് സെറ്റ് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടണം. അല്ലേ, BMW ഇട്ട് യാത്ര ചെയ്യുമ്പോഴല്ലേ നമ്മുടെ കാറിനെക്കാട്ടിലുള്ള ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. യെസ് ഓർ നോ? ചെയ്യാൻ എന്ന് കരുതി കഴിഞ്ഞാൽ ഇത് ധാരാളത്തിൽ ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾ ഇതിലേക്ക് ആഗ്രഹിക്കണം. ഈ അടുത്ത വേറൊരു സമയത്ത് ബോംബെയിലെ ഒരാളുടെ ഇന്റർവ്യൂ ഉണ്ട്. ബോംബെയിലെ ഒരാളുടെ ഇന്റർവ്യൂ ആണെന്ന സമയത്ത് ആ പേഴ്സൺ വളരെ സക്സസ്ഫുൾ ആയി. അപ്പൊ ആ പേഴ്സന്റെ അച്ഛൻ, ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്, അയാൾ പറയാണ്, എന്റെ അച്ഛനാണ് എന്റെ സക്സസിന്റെ പിന്നിൽ. അപ്പൊ ആള് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത്? എന്റെ അച്ഛന് ഇവിടുത്തെ സാധാ ഒരു ഇസ്തിരി ഇടുന്ന വ്യക്തിയാണ്. ഈ ഇസ്തിരി ഇടുന്ന വ്യക്തി എങ്ങനെ നിങ്ങളെ സക്സസ് ആക്കിയത്? എന്റെ അച്ഛൻ എല്ലാ മാസവും എന്നെ നല്ലൊരു ഡ്രസ്സ് ധരിപ്പിക്കും, എന്നിട്ട് ഈ 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുപോകും, എന്നിട്ട് എൻ്റെ അച്ഛൻ പുറത്ത് നിൽക്കും, എന്നിട്ട് എനിക്ക് പൈസ എന്നിട്ട് പറയും, നീ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു പോകാന്ന് പറയും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു, ഒരു കൾച്ചർ ഉണ്ടാക്കി തന്നു. എന്ത് കൾച്ചർ? ഈ റിച്ച്നെസിന്റെ കൾച്ചറും ഈ ഫീലിംഗ് അതെന്നെ ഫീൽ ചെയ്യിപ്പിച്ചു. നമ്മളടുത്ത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്യൂലേ, അതിലൊരു ഗോൾ സെറ്റ് ചെയ്യുക, ഒരു ദിവസമെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നിൽക്കുകയാണ് ഫാമിലി ആയിട്ട്, 1 ഡേ. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ ഇടയ്ക്ക് പോയി നിൽക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ പോകുമ്പോൾ അവർക്ക് നോർമൽ ഹോട്ടലിൽ പോകുമ്പോൾ അവർ പറയും, ഇത് അത്ര സുഖമല്ലല്ലോ എന്ന് പറയും. ഇത് എപ്പോഴും നമ്മൾ പോകണമെന്നല്ല പറയുന്നത്, എപ്പോഴും പോകാൻ പറ്റുന്ന സിറ്റുവേഷനിൽ എപ്പോഴും പോവാം. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫാമിലി ആയിട്ട് നമുക്ക് 10,000 രൂപ നമുക്ക് ചിലപ്പോൾ ചിലവായിരിക്കും. പക്ഷെ അവിടെ ആയിരിക്കും നമ്മുടെ മക്കൾക്കാണെങ്കിലും ബാക്കിയുള്ള ആൾക്കൊക്കെ ആണെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് ഒക്കെ ഫീൽ ചെയ്യാം. ഓക്കെ, എന്നും നമ്മൾ നോർമൽ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് ഡ്രസ്സ് എടുത്ത് നോക്കുക. അപ്പോഴാണ് പിന്നെ നമുക്ക് ബ്രാൻഡ് ഡ്രസ്സ് എടുക്കണം എന്നുള്ള ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് വരുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും കൊടുക്കുക. നമ്മൾ വലിയ സംഭവം സംസാരിക്കുന്നുണ്ടാവും, നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ പിന്നെ ഈ സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക. അതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂസിലേക്ക് എത്തിക്കും. നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതാണോ? ആണോ? ഹലോ കേൾക്കുന്നില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനായിട്ടാണോ? നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ പ്രശ്നമാകുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സംഭവം, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണം, ഒരു യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടാവുമോ? അത് സംഭവിക്കാനുള്ള ചാൻസ് നിങ്ങളുടെ മൈൻഡിൽ ഒരു 99% ആയിരിക്കും അല്ലേ? 1% അത് പിന്നെ സംഭവിക്കാതിരിക്കാനുള്ള ചാൻസ്. അപ്പോ ഈ ഒരു സംഭവം ഒരു മിക്സ്ഡ് സിഗ്നൽ ആയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. അത് 2 ചാനൽ മാറ്റി കളിക്കുന്ന പോലെക്കാരം. ഓക്കെ, 2 ചാനൽ മാറ്റി കളിക്കുന്ന പോലെക്കാരം. സൂര്യ കാണണോ ഏഷ്യാനെറ്റ് കാണണോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങളൊരു മിക്സ്ഡ് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. രണ്ടാമത്തെ കാര്യം, യു ലാക്ക് ഫെയ്ത്ത് ഇൻ ദ വെയിറ്റിംഗ് പീരിയഡ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ കാര്യം സ്റ്റാർട്ട് ചെയ്യും. ദ മൊമെന്റ് യു പ്ലാന്റ് സീഡ് ദ വിസിബിൾ പ്രോസസ് ബിഗിൻസ് ബട്ട് ഇംപേഷ്യന്റ് കിൽസ് ദ സീഡ് ബിഫോർ ഇറ്റ് സ്പൗട്ട്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിത്ത് കൃഷി ചെയ്യാനും വേണ്ടിയിട്ടു, അപ്പൊ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, പക്ഷെ അതിനൊരു സമയം എടുക്കും. ഏത്, അതൊന്ന് വളർന്ന് ആ വിത്തൊന്ന് എന്ത് ചെയ്യാൻ വിരിഞ്ഞ് വരാനുള്ളൊരു സമയം എടുക്കും. അതുവരെ കാത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യില്ല, തയ്യാറാവില്ല. യു കനോട്ട് ചീറ്റ് നാച്ചുർ ബൈ ഡിമാൻഡിങ് റിസൾട്ട് ബിഫോർ യു ഫെയ്ത്ത് ഹാസ് മെച്ചുവർഡ്. നിങ്ങളുടെ വിശ്വാസം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഇന്നലെ എന്ത് ചെയ്തു, ഇന്നലെ സുബ്രഹ്മണ്യൻ സാർ ഒരു തക്കാളി കൃഷിന്റെ വിത്തിട്ടു. എന്തൊരു സുബ്രഹ്മണ്യൻ സാർ ഡിമാൻഡ് ചെയ്യാണെന്ത്, ഇന്ന് തന്നെ തക്കാളി ഉണ്ടാവണം. ഉണ്ടാവോ? നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം, ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് പറയുന്നത് യൂണിവേഴ്സിനല്ല, പ്രകൃതിക്ക് പോലും നടക്കാത്ത സംഭവമാണ്. ഫെയ്ത്ത് മസ്റ്റ് ബി പേഷ്യന്റ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസമുള്ള ഒരാള് ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് നല്ല ക്ഷമ ഉണ്ടാവും. ഏതുവരെ? അയാൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരെ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് റീ അറേഞ്ച് സർക്കംസ്റ്റാൻസസ്. നമ്മളുടെ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യാം, നമ്മുടെ ചുറ്റുപാടുകൾ യൂണിവേഴ്സ് റീ അറേഞ്ച് ചെയ്യുന്നത് വരെ അയാൾ കാത്തിരിക്കും. അയാൾക്ക് വേണ്ട ആളുകൾ എത്തുന്നത് വരെ അയാൾ കാത്തിരിക്കും. അയാൾക്ക് വേണ്ട ടൈം ആവുന്നത് അയാൾ കാത്തിരിക്കും. ട്രസ്റ്റ് ദ അൺസീൻസ് പ്രോസസ്. നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത ആ പ്രോസസ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുക. നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ പേഴ്സൺസിനെ എടുത്തു നോക്കുക, അവരൊന്നും ഒരു ദിവസം കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. അവരൊന്നും ലൈഫിൽ സെറ്റ് ബാക്ക് ഇല്ലാത്ത ആളുകളായിരിക്കില്ല. അവരൊക്കെ അവർ ചെയ്ത ഉടനെ തന്നെ വിജയിച്ച ആളുകളായിരിക്കില്ല. ആണോ? നിങ്ങൾ ഏത് പ്രവാചകന്മാരുടെ സ്റ്റോറി കേൾക്കുകയാണെങ്കിലും, ശ്രീബുദ്ധന്റെ സ്റ്റോറി കേൾക്കുകയാണെങ്കിലും, ശ്രീരാമന്റെ സ്റ്റോറി കേൾക്കുകയാണെങ്കിലും, നബിയുടെ സ്റ്റോറി കേൾക്കുകയാണെങ്കിലും, യേശു ക്രിസ്തുവിന്റെ സ്റ്റോറി കേൾക്കുകയാണെങ്കിലും ഒക്കെ അവർക്കൊന്നും ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടല്ലേ? ഇനി ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ പേഴ്സൺസിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും, മമ്മൂട്ടിനെ എടുക്കുകയാണെങ്കിലും, മോഹൻലാലിനെ എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഓരോ വ്യക്തികൾ, എം എ യൂസുഫിനെ എടുക്കുകയാണെങ്കിലും, ഇലോൺ മസ്കിനെ എടുക്കുകയാണെങ്കിലും, മോദിനെ കുറിച്ച് പറയുകയാണെങ്കിലും, പിണറായി സാറെ കുറിച്ച് പറയുകയാണെങ്കിലും, ഹൂവർ ഇറ്റ് ഈസ്, ഇവർക്കൊന്നും ലൈഫിൽ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? പ്രശ്നങ്ങളേ ഉള്ളൂ. ആയിട്ട് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരെന്താ ചെയ്തിട്ടുണ്ടാവുക, അവരുടെ ആ ഒരു വിശ്വാസത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? യുവർ ലാക്ക് ഫെയ്ത്ത് ഇൻ ദ വെയിറ്റിംഗ് പീരീഡ്. ആ വെയിറ്റിംഗ് പീരീഡ് കാത്തിരിക്കാനുള്ള വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾക്കത് സംഭവിക്കില്ല. മൂന്നാമത്തെ കാര്യമാണ്, യു ആർ അട്രാക്ടിങ് ഫ്രം ഫിയർ നോട്ട് ഫ്രം ദ പർപ്പസ്. പല ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പൊ ആരോ, അയാളുടെ ലൈഫിൽ കുറെ കടങ്ങൾ വരും, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അയാൾ പിന്നെ പുസ്തകം വായിക്കും, ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് ഒക്കെ ചെയ്യും. അപ്പൊ ആ പേടിയെന്നാണ് അവരെന്ത് ചെയ്യുക, ഫിയർ. അയാൾക്ക് പർപ്പസ് ഉണ്ടാവില്ല, അപ്പൊ ഇത് ഫെയിൽ ആവും. ഓക്കെ, പല ആളുകളുടെയും മോട്ടീവ് ഫിയർ ആവും. ഐ ഡോണ്ട് വാണ്ട് ടു ഫെയിൽ. എനിക്കിനി ജീവിതത്തിൽ പരാജയപ്പെടണ്ട എന്നുള്ളത് അയാൾ എപ്പോൾ തീരുമാനിച്ചോ അപ്പം മുതൽ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താ, കൂടുതൽ പേടിയാണ്. കൂടുതൽ പേടിയാകുമ്പോൾ എന്ത് ചെയ്യും, അയാളുടെ ലൈഫിൽ അയാളിലേക്ക് പ്രശ്നങ്ങൾ വന്നിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് പർപ്പസ് ഉണ്ട്, പർപ്പസ് ഓഫ് ലൈഫ്. വെൻ യുവർ മോട്ടീവ് ഈസ് പർപ്പസ്. നമ്മുടെ ഈ ഭൂമിയിൽ വന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഐ ആം ഹിയർ ടു സെർവ് ആൻഡ് ഗ്രോ. ഞാൻ മറ്റൊരാളെ സഹായിക്കുന്നതിനും വളരുന്നതിനുമാണ് എന്നുള്ള ഒരു ഒറ്റ പർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കുറേ ആളുകളുണ്ട് ലൈഫിന്റെ പർപ്പസ് തേടി നടക്കുകയാണ്. സി, നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന്റെ ലൈഫിന്റെ ബേസിക് പർപ്പസ് മാത്രം നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. വാട്ട് ഈസ് എ ബേസിക് പർപ്പസ്? എന്തിനാ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? എന്തിനാ? വൈ യു ആർ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തിനാ വന്നിരിക്കുന്നത്? വാട്ട്സ് യുവർ ലൈഫ് ഫോർ പർപ്പസ്? ആ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം, ലൈക്ക് സർവീസ് ടു അതേഴ്സ്. ആ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം ബേസിക്കലി. വേറെ എന്തിനാണ് റസാഖ് സാർ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്?
ഓക്കെ. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സ്നേഹിക്കുക, പരസ്പരം സെർവിങ് അതേഴ്സ് അല്ലേ? നമ്മുടെ ഒറ്റ പർപ്പസ് ഈ ഭൂമിയിലുള്ളൂ. സെർവിങ് അതേഴ്സ്. എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സഹായിക്കുക. അത് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അത് ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരനാകുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടർ ആവുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫിലിം ആക്ടർ ആയിരിക്കുന്നതായിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന പൈസയും നമ്മളുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ പെണ്ണും എൻ്റെ കുട്ടിയും എന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ലൈഫ് ഓഫ് പർപ്പസ് ആയി. ക്ലിയർ ആണോ? ഇതൊക്കെ എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടിക്കും മാത്രമുള്ളതല്ല, ഇത് യൂണിവേഴ്സിനുള്ളതാണ്. ഓരോ കാര്യങ്ങൾ ഇതാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് എൻ്റെത് മാത്രമല്ല, ഇത് ഈ സൊസൈറ്റിയുടെ കൂടെയാണ്. ഈ സൊസൈറ്റിക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? ബി മാജിക് എന്തിനാ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കുറെ പൈസയും കുറെ സമയം ഇതൊക്കെ ഇതാക്കുമ്പോൾ അത് നമ്മൾ എന്താ കാണുന്നത്? ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാല് ഞാൻ കാരണം ഈ ഭൂമിയിൽ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പർപ്പസ് ആണ്. നിങ്ങൾക്ക് ബി മാജിക്കിലേക്ക് കുറെ ആളുകൾ എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കി. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ബി മാജിക് കേൾക്കുന്ന ഓരോ ആളുകൾക്കും പിന്നെ അത് കടമയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടായി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സംഭവം ഉണ്ടായി, നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന കുറെ ആളുകൾക്ക് നിങ്ങൾ ഈ മെസ്സേജ് എത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഓഫ് പർപ്പസ് ഇല്ല, നിങ്ങൾ രക്ഷപ്പെടൂല. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടാൽ മതി, എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ രക്ഷപ്പെടേണ്ട എന്നുള്ള തോട്ടിലേക്ക് നിങ്ങൾ അറിയാതെ എത്തുന്നതാണ്. ക്ലിയർ ആണോ? ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ചായ ഒരാൾക്ക് കൊടുക്കുന്ന നിങ്ങൾ ജോലി വെച്ചെങ്കിൽ ഇറ്റ്സ് യുവർ ലൈഫ് ഓഫ് പർപ്പസ്. അതിന് പൈസയൊക്കെ മേടിക്കാം. ലൈഫ് ഓഫ് പർപ്പസിന് പൈസ മേടിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് വൃത്തിക്ക് ചെയ്യെങ്കിൽ അതിന് വൃത്തിക്ക് പൈസയൊക്കെ മേടിക്കാം. ആ പൈസയിൽ നിന്ന് എന്ത് ചെയ്യുക? ഇപ്പൊ ഈ അടുത്തിടെ എന്നെ മോട്ടീവ് ചെയ്ത സംഭവം പറയാം. എൻ്റെ ഒരു കൂടെ ഒരു അസോസിയേറ്റ് ചെയ്ത് ഒരാൾ എന്നോട് പറയാണ്, സേഫ് ഞാൻ ഒരാൾക്കും ഒരു പൈസയും വെറുതെ കൊടുക്കൂല, ഒരാൾക്കും ഞാൻ പൈസയും വെറുതെ കൊടുക്കൂല. അപ്പൊ ഞാൻ കരുതി ഇയാൾ എന്ത് മനുഷ്യനാണ്, ഒരാൾക്ക് ഒരു പൈസ വെറുതെ കൊടുക്കൂല. അങ്ങനെയുണ്ട് മനുഷ്യന്മാർ, അയാളുടെ ഇഷ്ടംപോലെ പൈസയുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ സേഫ് ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞതാണ്, ഒരു വിധവ, അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള അവസരമല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തിട്ടുള്ളത്? അപ്പൊ അവർ പറയാണ്, എന്നോട് തയ്യൽ മെഷീൻ വേണം പറഞ്ഞാൽ ഞാൻ ഉള്ളിലെ തയ്യൽ മെഷീൻ മേടിച്ചെടുക്കും. എന്നിട്ട് ഞാൻ കണ്ടീഷൻ വെക്കും, എന്താ അറിയോ, ഈ തയ്യൽ മെഷീന്റെ പൈസ നിങ്ങൾ EMI ആയിട്ട് എനിക്ക് തിരിച്ചു തരണം, ഉള്ളതനുസരിച്ച് തന്നാൽ മതി, അതിൽ കൂടുതലും വേണ്ട, പലിശ ഒന്നും വേണ്ട. ഞാൻ 10,000 രൂപ ചിലവ്, 10,000 രൂപ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഞാൻ പിന്നെ നിന്നു, ഇയാൾ എന്തായി പറയുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10,000 രൂപ എനിക്ക് വേറൊരാൾക്കും കൂടെ കൊടുക്കാം, ഈ 10,000 രൂപ എനിക്ക് എന്ത് ചെയ്യാം, അടുത്താൾക്ക് കൊടുക്കാം. അങ്ങനെ ഇവരെല്ലാവരും ഈ പൈസ തിരിച്ചു വരുമ്പോൾ അവർക്ക് അതിന് മൂല്യം ഉണ്ടാവും, അതെനിക്ക് കൂടുതൽ ചാരിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. എൻ്റെ പർപ്പസ് ഇനി അതാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, എനിക്ക് ഇനിയും ഒരുപാട് ബിസിനസ്സുകൾ വേണം. അതെന്തിനാണ് എനിക്ക് ഒരുപാട് ബിസിനസ്സുകൾ? എനിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. എന്തിന്? സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ. എന്നിട്ടോ ഞാൻ തിരിച്ചു മേടിക്കും, എന്നിട്ട് അത് വീണ്ടും കൊടുക്കും. അതാണ് എൻ്റെ പർപ്പസ്. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ തോന്നും, പക്ഷെ അവരായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ശരിയുണ്ടാവുക. അപ്പോൾ ഓരോ ആളുകൾക്കും പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പേര് ഓർമ്മയില്ല, ഏതൊരു പുസ്തകത്തിൽ, അത് റോബിൻ ശർമ്മയുടെ പുസ്തകമാണ്, ഏതാ പുസ്തകം എനിക്ക് ഓർമ്മയില്ല. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഐ തിങ്ക് പിന്നെ ദ മോങ്ക് ഹൂ സെൽഡ് ദ ഫെറാറി എന്ന പുസ്തകത്തിലാണ് തോന്നുന്നത്. അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മറ്റൊരാളെ സഹായിക്കുക. അത് നിങ്ങൾ 100% വിശ്വസിച്ചോളൂ. ഞാനത് 100% വിശ്വസിച്ചിട്ടുണ്ട്, എനിക്ക് സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, മറ്റൊരാളെ സഹായിക്കുക. അതിന്റെ വേ ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടിക്കും മാത്രമുള്ളതല്ല. ഓക്കെ, ഇത് സൊസൈറ്റിക്കും കൂടെ ഉള്ളതാണെന്നുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പർപ്പസ് ആയിരിക്കും, വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ അവിടെയാണ് നെപ്പോളിയൻ ഹിൽ പറയുന്ന അടുത്തൊരു കാര്യം, ദ മാൻ ഹൂ ഡസ് മോർ ദാൻ ഹി ഈസ് പെയ്ഡ് ഫോർ വിൽ സൂൺ ബി പെയ്ഡ് ഫോർ മോർ ദാൻ ബി ഡസ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. സോ ഷിഫ്റ്റ് യുവർ എനർജി ഫ്രം ഗെറ്റിംഗ് ടു ബിക്കമിങ്. ഓക്കെ, നമുക്ക് കിട്ടണം എന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുന്നതിലേക്ക് നമ്മൾ മാറുക. എങ്ങനെ എനിക്ക് കിട്ടും എന്നല്ല ആലോചിക്കണ്ടേ, എങ്ങനെ എനിക്ക് കിട്ടും എന്നല്ല ആലോചിക്കണ്ടേ, പിന്നെന്താ ആലോചിക്കണ്ടേ, എങ്ങനെ എനിക്ക് പൈസ ഉണ്ടാക്കാന്നല്ല ആലോചിക്കണ്ടേ, പിന്നെ എന്താണ് ആലോചിക്കണ്ടേ? എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കാസിറ്റി ഉണ്ടാവണത്. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ തികയാൻ പോകുന്നില്ല.
പിന്നെ എന്താ ആലോചിക്കണ്ടേ? ഹലോ, എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയെല്ലാം സഹായിക്കാം. എനിക്ക് എങ്ങനെ മറ്റു ഈ സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ സൊസൈറ്റിയിലെ ആളുകൾ സെർവ് ചെയ്യാൻ പറ്റും, എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, ഈ തോട്ട് പ്രോസസ്സിലേക്ക് മാറുമ്പോഴാണ് അബണ്ടൻസ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ. ഓക്കെ. എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ, നിങ്ങളുടെ ആഗ്രഹത്തിന് പകരം നിങ്ങൾ സൊസൈറ്റിയുടെ ആഗ്രഹത്തിന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങുക. എനിക്ക് വലിയൊരു ബിസിനസ് ഉണ്ടായി, എൻ്റെ വണ്ടി എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം വലിയൊരു ഇവന്റ് നടത്തുന്നു, ആ ഇവന്റിൽ ഇതാക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളെ ഇതാക്കാൻ പറ്റുന്നു, ഒരുപാട് ആളുകൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നു, ഒരുപാട് ആളുകൾ ഫാമിലി രക്ഷപ്പെടുന്നു. ഞാനും ഒരു ഇത് വാങ്ങുന്ന സമയത്ത് എൻ്റെ ടീം മെമ്പേഴ്സിന് കാർ ലഭിക്കുന്നു, ഞാനൊരു വീട് എടുക്കുന്ന സമയത്ത് എൻ്റെ ടീം മെമ്പേഴ്സും കാർ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ട് ചെയ്യുന്നു. ഒരു കുടുംബത്തിലേക്ക് ഇങ്ങനെ പ്രശ്നം, അപ്പൊ അയാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് എനിക്ക് സഹായിക്കാൻ പറ്റുന്നു, എനിക്കൊരു ചാരിറ്റിന്റെ സംഭവങ്ങൾ തുടങ്ങണം. നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടല്ല നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പറയേണ്ടത്, എനിക്കിതൊക്കെ വേണം, ഞാനിതിന് അർഹനാണ്. കാരണം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും, അങ്ങനത്തെ ആളുകൾക്ക് തരുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതല്ല. നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അയാൾക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ആർക്ക്? അതിന്റെ ഓണർക്ക്. കാരണം എന്താ, അപ്പോഴാണ് ആ കമ്പനി വളരുള്ളൂ. ഓക്കെ. ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾക്കൊരു കുപ്പി ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ വെള്ളം എടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ അവിടെ കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രം കൊണ്ടുവെക്കുമ്പോൾ സ്കാസിറ്റി മൈൻഡ് സെറ്റ് ആണ്. ആ കുപ്പി ഫില്ലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒരാൾക്കും കൂടെ കുടിക്കാൻ പറ്റുമോ? അവിടെയാണ് എന്ത് ചെയ്യുക? ഓക്കെ. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 2 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ വണ്ടിയല്ലേ, ഞാൻ ഇതെങ്കിൽ പാർക്ക് ചെയ്തേക്കാം. അല്ല, ഒരു വണ്ടി കൂടെ ഞാൻ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ ചേഞ്ച് ചെയ്യാനുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. മറ്റൊരാളെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പൊ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ചിട്ട് യൂണിവേഴ്സിനോട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് തരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ഇഷ്ടമുണ്ട്, ഒരു കമ്പനിയിൽ ഒരാളുണ്ട്, അയാളെ കാര്യം ഇങ്ങനെ എപ്പോഴും വാശി പിടിച്ച് സമരം ചെയ്തത് വാങ്ങും, അയാളാണ് ലീഡർ ആവുക. എല്ലാ കമ്പനിയിലും എല്ലാവരുടെയും കാര്യങ്ങൾക്കും വണ്ടി ചെയ്യുന്ന ആളാണ് ലീഡർ ആയിട്ടുള്ളത്. ചരിത്രം ഏതാ? അല്ലേ? അതിനെ സമരം ചെയ്തിട്ട് മേടിക്കുന്ന ആളാണോ, ആ കമ്പനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത് കൊടുത്താണ്ട് മേടിക്കുന്ന ആളാണോ നല്ല ലീഡർ ആവുക? നോക്കുക. ഓക്കെ. നിങ്ങൾ യൂണിവേഴ്സിനോട് ബാർഗെയിൻ ചെയ്യാൻ പോകുന്നതിന് പകരം യൂണിവേഴ്സിന് കാണിച്ചു കൊടുക്കുക, അർഹത കാണിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യാതിരിക്കില്ല. 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരിയഡ് കാത്തിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുമല്ലെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ പർപ്പസ് ഡ്രിവൺ ആയിരിക്കില്ല, നിങ്ങൾ ഫിയറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ 3 ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറയും. ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നെപ്പോളിയൻസ് പറയുന്നതാണ്. നെപ്പോളിയന്റെ സ്റ്റൈൽ 3 കാര്യം പറയുന്നത്. ഒന്ന് ലോ ഓഫ് ക്ലാരിറ്റി, ഒന്ന് ലോ ഓഫ് കൺസിസ്റ്റന്റ് ആക്ഷൻ, ഒന്ന് ലോ ഓഫ് കാം ഫെയ്ത്ത്. ഓക്കെ. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിഫയറും ഒരു ഗോൾ ഉണ്ടായിരിക്കാം. കൺസിസ്റ്റന്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, വീണ്ടും പ്ലാൻ ചെയ്യുക, വീണ്ടും റീപ്ലാൻ ചെയ്യുക, ആവശ്യമുള്ളവരെ വിളിക്കുക, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലോ ഓഫ് കാം ഫെയ്ത്ത് പറഞ്ഞാൽ എന്താ, സേ ഡെയിലി ദ ടൈം ഈസ് പെർഫെക്റ്റ്, മൈ ഗുഡ് ഈസ് ഓൺ ദ വേ. ഓക്കെ. ഒക്കെ പെർഫെക്റ്റ് ആണ്, ഒക്കെ ഓക്കെ ആണ്. എന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വെൻ യു ആർ റെഡി ടു റിസീവ് ഇറ്റ് വിൽ അപ്പിയർ. എപ്പോഴാണത് പ്രത്യക്ഷപ്പെടുക? വെൻ യു ആർ റെഡി ടു റിസീവ് ഇറ്റ് വിൽ അപ്പിയർ. വെൻ യു ആർ റെഡി ടു റിസീവ് ഇറ്റ് വിൽ അപ്പിയർ. എപ്പോഴേ വരുള്ളൂ? എപ്പോഴാണോ നിങ്ങൾ തയ്യാറാവുന്നത് അപ്പം മാത്രമേ അത് പ്രത്യക്ഷപ്പെടുള്ളൂ. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. വെൻ യു ആർ റെഡി ടു റിസീവ് ഇറ്റ് വിൽ അപ്പിയർ. നിങ്ങൾ അത് വാങ്ങാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ, അതുവരെ കിട്ടൂല. സോ ബേസിക്കലി ഹാർഡ് വർക്ക് ചെയ്യുക, ബേസിക്കലി കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കുക, ബേസിക്കലി ക്വിറ്റ് ചെയ്യാതിരിക്കുക, ബേസിക്കലി സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഡു ദ തിങ്സ്, ദ സെയിം തിങ്സ് അഗൈൻ ആൻഡ് അഗൈൻ. വൺ ഡേ യു വിൽ ബിക്കം മാസ്റ്റർ. വൺ ഡേ യു വിൽ ബിക്കം മാസ്റ്റർ.
when you became a master, you are ready for that. അപ്പോൾ എന്ത് സംഭവിക്കും? That will appear. അതുവരെ അയാൾ നിങ്ങൾ മുമ്പിലേക്ക് വരില്ല. എപ്പോഴാണോ നിങ്ങൾ മാസ്റ്റർ ആകുമ്പോൾ, ആ മാസ്റ്റർ ആവുന്ന സമയത്ത്, ആ മാസ്റ്റർ ആയ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെടും. പിന്നെ നിങ്ങൾക്കൊരു മാജിക് മാൻ ആയിട്ട് മാറാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് മാജിക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സീസർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ സീസർ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത്, അപ്പോൾ അതേപോലെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ത് പോയിന്റ്സ് ആണ് ഇന്ന് കിട്ടി എന്നുള്ള ചെറിയൊരു ഫീഡ്ബാക്ക് സെഷനിലൂടെ പോവാം. സോ ഫസ്റ്റ് ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? പിന്നീട് ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. ബഷീർ സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനിത് കുറെ മുമ്പ് ആലോചിച്ചു, ഇനി എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്, അത്യാവശ്യം എൻഡ് ഓഫ് ദ ലൈഫ് ആയിക്കണല്ലോ. അപ്പോഴാണ് എനിക്ക് തോന്നി, എനിക്ക് യൂണിവേഴ്സ് ഒരു കഴിവ് തന്നിക്കണ് പൈസ ഉണ്ടാക്കാൻ. അപ്പൊ യൂണിവേഴ്സ് അതിന് ബാക്കിയുള്ളവർക്ക് എനിക്ക് സഹായിക്കാമല്ലോ എന്ന് വന്ന്. അപ്പോഴാണ് ഞാൻ രണ്ടാമതും ഒന്നും കൂടി വികരസായിട്ട് ഇപ്പൊ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ ഫലം വരുന്നോണ്ട് എനിക്ക് പലവരെയും സഹായിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും യൂണിവേഴ്സ് ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള കഴിവൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തവര് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുമ്പോൾ ഇൻഡയറക്ട്ലി വി ആർ ഹെൽപ്പിംഗ് ദ യൂണിവേഴ്സ് ബൈ ഹെൽപ്പിംഗ് ദ പുവർ പീപ്പിൾ, നീഡഡ് പീപ്പിൾ. അത് ഒന്നും കൂടി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും കൂടി സാറ് വ്യക്തമായി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. താങ്ക് യു ബഷീർ സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. സാറ് പറഞ്ഞ ആ 3 പോയിന്റ് വളരെ കറക്റ്റാണ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. രണ്ടാമത്തത്, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പേഷ്യൻസ് വേണം, ഇൻപേഷ്യൻ്റ് ആയിട്ടിരുന്നാൽ നടക്കൂല. പിന്നെ നാലാമത്തത് ഫിയർ. നമ്മൾ അച്ചീവ് ചെയ്യോ ചെയ്യില്ലേ, നമ്മൾ ഫിയറോട് കൂടി ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ പർപ്പസിലേക്ക് എത്താൻ പറ്റില്ല. സോ ഈ 3 പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. റസാഖ് സർ. താങ്ക് യു സർ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തായാലും നല്ലൊരു ചാർജിങ് ആയിട്ടുണ്ട്. നമുക്ക് 6:35 ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സിംഗിൾ പോയിന്റിൽ ഫീഡ്ബാക്ക് പറയാൻ ട്രൈ ചെയ്യാം കേട്ടോ. നൗഫൽ സർ. എപ്പോഴും ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. ഓക്കെ, മണി സർ. നമ്മളിത് റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ള നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആ രീതിയിൽ നമ്മൾ ആ ഫീലിങ്ങോട് കൂടിയിട്ട്, ഇമോഷനോട് കൂടിയിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അർഹനാണെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് എല്ലാം ലഭിക്കുന്നത്. ഓക്കെ, ബീന മാം. ഹലോ, ദിവ്യ മാം. ഉറച്ച വിശ്വാസത്തോടു കൂടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ജെസി മാം. Magic morning. Trust the unseen process. ഓക്കെ, Thank you. താങ്ക് യു. അതാരാ പറഞ്ഞേ ട്രസ്റ്റ് ആൻഡ് സീ പ്രോസസ് എന്നുള്ളത്? Jesse. ജെസി മാം. വെരി ഗുഡ്. Thank you. ഹലോ ഓക്കെ, ഹലോ ആ ബീന മാം പറഞ്ഞോളൂ. റെഡി ടു റിസീവ് യു വിൽ ഗെറ്റ്. താങ്ക് യു. കീർത്തന. നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാരിറ്റിയോടെ ചെയ്യാം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ജിജീർ സർ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, പ്രീത മാം. വിശ്വാസത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. എന്തായാലും വിജയം സുനിശ്ചിതമായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സുനിൽ സർ.
അർഹത ഉണ്ടാവുന്നത് വരെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാം. ഓക്കെ. ഷീജ മാം? നമ്മൾ റിച്ച് ആയിട്ട് പോസിറ്റീവായിട്ടും ചെയ്യുക ഓരോ കാര്യങ്ങൾ. ഓക്കെ. ശ്രീഷ്ണ മാം? പ്രതീക്ഷ എന്ന വാക്കിനേക്കാൾ കൂടുതൽ വിശ്വാസം ഫോക്കസ് ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. ഒരു മിനിറ്റ്. ഓക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞൊരു എനിക്കറിയില്ല ഓൾമോസ്റ്റ് 1 month ആയിട്ട് ലീഡേഴ്സ് മീറ്റും നടന്നിട്ടില്ല എന്നതാണ്. ഓക്കെ, അതിന്റെ ഒരു എഫക്റ്റ് ഗ്രൂപ്പിന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ആരെങ്കിലും ഒരാൾ എനിക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഈ ലീഡേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ഒരൊറ്റ ആള്, ഇതുവരെ ഉള്ള ഒരാൾ വേണ്ട, പുതിയത് വന്ന ആളെന്നാവാം, ഏതെന്നാണെങ്കിലും ഒരു സിംഗിൾ പേഴ്സണെ ലീഡറായിട്ട് ഒരു ലീഡേഴ്സിന്റെ ലീഡറായിട്ട് കിട്ടണം. ഒരു സിംഗിൾ പേഴ്സൺ. ആ സിംഗിൾ പേഴ്സണുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ എനിക്ക് ആ ലീഡേഴ്സിന്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി അത് അജിഷ മാമുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരാള്. ഓക്കെ, ഒരു സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് മേക്ക് ചെയ്യണം. എന്നിട്ട് ആ സിംഗിൾ പേഴ്സൺ അജിഷ മാമുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അയാളിലൂടെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യേണ്ടത്. ഒന്നിലധികം ആളുകൾ ഇനി എന്ത് ചെയ്യണ്ട, ലീഡേഴ്സിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരൊറ്റ ആളുണ്ടായാൽ മതി, ഒരു സിംഗിൾ പേഴ്സൺ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരാളെ ചെയ്തിട്ട് കിട്ടണം. നൗഫലോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യാം, അതിന്റെ ഒരു സിംഗിൾ ഒരു ഓണർഷിപ്പ് എടുക്കുക. അയാൾ മാത്രമായിരിക്കണം അതിന്റെ എല്ലാ ഡിസിഷൻ മേക്കറും. അപ്പോഴാണ് ഇനി ഇത് പോകുന്നത്. കുറെ ആൾക്കാർ ഡിസിഷൻ മേക്കർ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങൾ സംഭവിക്കൂല. നൗഫൽ കേൾക്കണ്ടോ? നൗഫൽ, ഹലോ നൗഫൽ കേൾക്കണ്ടോ? കീർത്തന, ആർക്കെ ലീഡേഴ്സ്? ഒരു സിംഗിൾ പേഴ്സൺ. ഓക്കെ, അയാളാണ് അതിന്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ. അതാണ് ഇനി ഇതിൽ ചേഞ്ചസ് വേണ്ട കേട്ടോ. എന്നിട്ട് അയാളൊന്ന് അന്ന് സെലക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് തൽക്കാലം ഈ ഒരു ഇതിൽ നൗഫലാണ്. നൗഫൽ ഫ്രീ എന്താണ്, ഭയങ്കര ബിസി ടൈം ആണോ? എന്താണ് സ്റ്റാറ്റസ്? അല്ല, ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നുള്ളൂ. ഇപ്പൊ ഒന്നിലൊക്കെ ഇറങ്ങിയിട്ടില്ല. അതിന്റെ വർക്ക് നടന്നു നിൽക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി ഓരോ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ലീഡർമാരെ മാത്രം കോർഡിനേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടൊന്നും ചെയ്യണ്ട. അതിന്റെ ഒരു ബേസിക്സ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളൊരു വീക്കിലി മീറ്റിംഗ് നടത്തുക. ആ മീറ്റിംഗ് ഡിസിഷൻസ് നോക്കുക. ആ ഡിസിഷൻസ് എല്ലാ ദിവസവും ഒരു ലീഡേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ലീഡേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, അതൊന്നും എല്ലാ ദിവസവും റിവ്യൂ ചെയ്യുക. അവരുമായിട്ട് മാത്രം കണക്ട് ചെയ്താൽ മതി. ഒരു ടീം മെമ്പറായിട്ട് കണക്ട് ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങൾ നടക്കും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ലീഡർ ആവുക. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു. Thank you so much for this session, Safe and team members. Have a nice day. Thank you, sir. Okay, Thank you, sir. Thank you, sir. Thank you.